ഏറ്റവും ലേറ്റസ്റ്റ് ആയി കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇസ്രയേലിനോട് പോരാടി തുടങ്ങി ഇറാൻ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിനെതിരെ വീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം 180-ന് മുകളിലാണ്. ഇറാൻ ഇസ്രയേലിനെതിരെ അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചകൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു, അല്ലെ? ഇസ്രയേൽ ഇത് നേരത്തെ കണക്ക് കൂട്ടിയ ഒരു കാര്യം കൂടിയാണ്. ഇറാന്റെ പരാക്രമണങ്ങൾ എത്രത്തോളം നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ എല്ലാം ഒന്ന് വീക്ഷിച്ചതിന് ശേഷം തിരിച്ചടിക്കാനുള്ള പുറപ്പാടാണോ ഇസ്രയേൽ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഹമാസ് ഹിസ്ബുള്ള ചാപ്റ്റർ അവസാനിക്കുമ്പോൾ ഇറാൻ എന്ന അധ്യായം അവിടെ തുടക്കം കുറിക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇനി അടുത്ത ഇര ഇറാനാണോ അതോ ഇസ്രയേലിന് ഇറാൻ തലവേദനയാകുമോ? യുദ്ധകളത്തിലേക്ക് ഇറാൻ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താകും? ലോകമഹായുദ്ധം ഉണ്ടാകുമോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. വിശദമായിട്ട് അറിയാം ടോക്ക് സ്പേസിലൂടെ. ഞാൻ സ്വാതിശ്രീ കേസ്. ലെറ്റ് us talk about everything. Welcome back to Talk Space. ഹമാസ് ഹിസ്ബുള്ളയ്ക്ക് ശേഷം ഇറാൻ എന്ന പുതിയ ചാപ്റ്റർ തുടക്കം കുറിക്കുമ്പോൾ ഇനിയാണ് കളി നടക്കാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുന്നവർ ഒരുപാടുണ്ട്. ഒന്ന് ചിന്തിക്കുക, ലക്ഷക്കണക്കിന് സാധാരണ ജനതയുടെ ജീവൻ വെച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ പോരാട്ടമാണ്. ഇവിടെ ജയം തോൽവി ആർക്ക് എന്നുള്ളതല്ല, യുദ്ധം അവസാനിക്കണം എത്രയും പെട്ടെന്ന്. ഇല്ലെങ്കിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ബാധിക്കുകയും മൂന്നാം ലോക മഹായുദ്ധം അധികം താമസമില്ലാതെ നടക്കുകയും ചെയ്യും. ഇനി വിഷയത്തിലേക്ക് വരാം. ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് ഇറാൻ. ഹിസ്ബുള്ളയുടെ അവസാനം അടുത്തപ്പോഴേക്കും എല്ലാവർക്കും അറിയുന്ന ഒന്നായിരുന്നു അടുത്തത് ഇറാൻ ആണെന്നുള്ളത്. അതിനുള്ള ഒരു കാരണം ഇറാനാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അതുപോലെ മറ്റ് ഷിയ സംഘടനകളുടെയും എല്ലാം കാരണവർ എന്ന് പറയുന്നത്. ഹമാസിനെ തൊട്ടപ്പോൾ ഹിസ്ബുള്ള ഇറങ്ങി, ഹിസ്ബുള്ളയെ നോവിച്ചപ്പോൾ ഇറാനും ഇറങ്ങി. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിച്ചത് എന്താണ്? അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാൻ തന്നെയായിരുന്നു. അതായത് ഹമാസിനാണെങ്കിലും ഹിസ്ബുള്ളയ്ക്കും എല്ലാവിധ സഹായങ്ങളും ആയുധങ്ങളും അതുപോലെ ട്രെയിനിങ്ങും എല്ലാം നൽകുന്നത് ഇറാൻ ആയിരുന്നു. ഇറാനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നതിലും നല്ലത് ഇറാൻ താനെ ഇസ്രയേലിന്റെ അടുത്തേക്ക് വരുമെന്ന് ഇസ്രയേലിന് നേരത്തെ അറിയാമായിരുന്നു. ഇസ്രയേൽ എന്ന രാജ്യം നേരത്തെ വാണിംഗ് നൽകിയിട്ടുള്ളതാണ് ഇറാനോട്. ഇസ്രയേലിന് എത്താൻ കഴിയാത്ത ഒരിടവും ഇറാനിൽ ഇല്ല എന്നുള്ളത്. അതായത് ഇസ്രയേലിന് എപ്പോൾ വേണമെങ്കിലും ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടാം. ഇറാനെ ഭസ്മമാക്കാൻ വലിയ താമസം ഇസ്രയേലിന് എടുക്കില്ല. പക്ഷേ ഇസ്രയേലിന് ഉറപ്പായിരുന്നു ഇറാൻ യുദ്ധം ചെയ്യാൻ ഇസ്രയേലിന്റെ അടുത്തേക്ക് വരുമെന്നുള്ളത്. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ഇറാൻ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് നെതന്യാഹു പറഞ്ഞത് എല്ലാവരും കേട്ടു കാണും. സത്യത്തിൽ ഇറാൻ ചെയ്തത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇസ്രയേലിന്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ച് നല്ല രീതിയിൽ ധാരണയുണ്ടായിട്ടും സ്വന്തം കുഴി തോണ്ടിയിരിക്കുകയാണ് ഇറാൻ. പലവട്ടം ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രയേലിനെ ഇപ്പോൾ അടിക്കും, അല്ലെങ്കിൽ നാളെ അടിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ അടിക്കും എന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഹിസ്ബുള്ള വീണപ്പോൾ തിരിച്ചടിച്ചു. പക്ഷേ ഒരു മിസൈല് പോലും ഇസ്രയേലിന്റെ രോമത്ത് പോലും തട്ടിയിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നത്. പക്ഷേ ഇസ്രയേലിന്റെ ആർക്കും ഒരു ജീവഭയം പോലും ഉണ്ടായിട്ടില്ല. മറിച്ച് ഇറാന്റെ 5 IRGC മിലിറ്റൻസിനും മരണം സംഭവിച്ചു കഴിഞ്ഞു. ഇസ്രയേലിന് നേരത്തെ ഇൻഫോർമേഷൻ ലഭിച്ചതിനാൽ തന്നെ ഇസ്രയേൽ ബങ്കറുകളുടെ സഹായത്താൽ ആണ് ഇസ്രയേലികൾക്ക് ഒളിച്ചിരിക്കാൻ സാധിച്ചത്. ഇസ്രയേൽ ബങ്കറുകൾ അതുപോലെ തന്നെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്. ഇസ്രയേലിന്റെ എല്ലാ മെയിൻ സിറ്റികളിലും ഈ ബങ്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇറാൻ ഇതിനു മുൻപും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ. അന്ന് ഇറാൻ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ എന്ത് ധൈര്യത്തിലാണ് ഇറാൻ ഇസ്രയേലിനെ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്? പ്രകോപനം എന്താണെന്ന് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഭീകര നേതാക്കന്മാരെ കൊന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ള ഇറാന്റെ ആക്രമണം. അതും ഇസ്രയേലിന്റെ വ്യോമ മേഖലയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. തിരിച്ചടിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇറാൻ അറ്റാക്ക് നടത്തി. ഇസ്രയേൽ ഇനി തിരിച്ചടിച്ചാൽ അതിന്റെ ആഘാതം എത്രത്തോളമാണെന്ന് ഇറാൻ ചിന്തിച്ചിട്ടുണ്ടോ?
ഒരു പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ സാധിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമുഖമായിരിക്കും ഇറാന് നേർക്കുണ്ടാകുക. അത് ചിലപ്പോൾ ഗാസയെക്കാളും വികൃതമാകാനും സാധ്യതയുണ്ട്. ഹമാസ് ഇസ്രയേലിനെ ചൊറിയാൻ പോയപ്പോഴും ഹിസ്ബുള്ള ചൊറിയാൻ പോയപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായ ബോധമുണ്ടായിട്ടും ഇറാൻ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. അതും ഇറാന്റെ കൈകളിൽ വേണ്ടത്ര ആയുധങ്ങൾ ഇല്ലതാനും. ഒരിക്കലും ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അടുത്ത് പോലും ഇറാന് വരാൻ സാധിക്കില്ല. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇസ്രയേലിന്റെ ഡിഫൻസ് സിസ്റ്റം. ഇത് ഇറാന് വ്യക്തമായ ബോധമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ എന്തിന് ഇസ്രയേൽ എന്ന രാജ്യത്തിന് ഇരയാകാൻ നിന്ന് കൊടുക്കുന്നു എന്നതാണ് എല്ലാവരുടെയും ചോദ്യം. ഇറാനും ഇസ്രയേലിന്റെയും ബോർഡർ തമ്മിൽ തന്നെ 1000 കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് നിലനിൽക്കുമ്പോൾ ഇറാന്റെ ടെക്നോളജി ഒരിക്കലും അവിടെ സക്സസ് ആകില്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു ടെക്നോളജി അവർക്കില്ല. ഇനി ഇസ്രയേൽ ഇതുവരെ തിരിച്ചടിച്ചിട്ടൊന്നുമില്ല. ഇനി തിരിച്ചടിച്ചാൽ ആ ഒരു തിരിച്ചടി ഇറാന് മാത്രമല്ല ആഗോളതലത്തിൽ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇസ്രയേൽ ഇറാനെ തിരിച്ചടിച്ചാൽ അത് അവരുടെ ഓയിൽ റിസർവിനെയാകും തകർക്കാൻ ശ്രമിക്കുക. അങ്ങനെ തകർത്താൽ അത് ബാധിക്കുക ലോകരാഷ്ട്രങ്ങളെ മുഴുവനാകും. ഇസ്രയേൽ ഫോമർ പ്രസിഡന്റ് പറഞ്ഞത് എന്തായിരുന്നു? ഇത് ഉചിതമായ ഒരു സമയമായിരുന്നു എന്നാണ് ഇറാന് നേർക്ക് ഈ അറ്റാക്ക് ചെയ്യാൻ എന്നുള്ളത്. കാരണം ഇറാന്റെ ന്യൂക്ലിയർ സ്റ്റേഷന് മുകളിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റിയൊരു സമയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇസ്രയേലിന്റെ F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ അറ്റാക്കിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇറാനിന്റെ അകത്തേക്ക് പ്രവേശിക്കാനും കഴിയും. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇറാന്റെ ഡിഫൻസ് സിസ്റ്റത്തെ മറികടക്കാനും സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്താൽ അത് വലിയ ദോഷമാണ് പിന്നീട് ഉണ്ടാകുന്നത്. കാരണം ഇറാന്റെ ന്യൂക്ലിയർ സ്റ്റേഷനുകൾ തകർത്താൽ ചൈനയും റഷ്യയും ഇറാന് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ഓൾറെഡി ഇതിനു മുൻപ് ഇറാൻ റഷ്യ നൽകിയ ഡിഫൻസ് സിസ്റ്റത്തെ ഇസ്രയേൽ F-35 ഉപയോഗിച്ച് തകർത്ത് ഇറാന്റെ അകത്ത് പ്രവേശിച്ച് ഇറാൻ ഒരു വാർണിംഗ് നൽകിയിട്ടുള്ളതാണ്. ഇനി ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അറ്റാക്ക് നടത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാന്റെ ഓയിൽ റിസർവിനെ അതിലേക്ക് തിരിച്ചടി നൽകാനുള്ള ഒരു പദ്ധതി ഇടുന്നത്. അങ്ങനെ ഒരു നീക്കമാകും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇറാൻ ഇനി എത്ര അറ്റാക്ക് ഇസ്രയേലിന്റെ മുകളിൽ നടത്തിയാലും ഇസ്രയേലിന് ഒന്നും സംഭവിക്കാൻ പോകില്ല. ഒരു സിവിലിയന് പോലും ഒന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് നടന്നപ്പോൾ സംഭവിച്ചേനെ അത്രയും വലിയൊരു അറ്റാക്കാണ് ഇപ്പോ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ എല്ലാം ജനവാസ മേഖലയിലേക്കായിരുന്നു. ഇസ്രയേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തെ തകർക്കാൻ ഇറാൻ എന്നല്ല ലോകരാഷ്ട്രങ്ങൾക്ക് ആർക്കും കഴിയില്ല. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനാണ് നഷ്ടവും സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു വിപത്താണ് ഇറാന് സംഭവിക്കാൻ പോകുന്നത്. അത് എത്രത്തോളം ഭീകരമാകും എന്നതാണ് ഇനി കാണാനുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ഇറാനിലെ ഒരുപാട് നിരപരാധികൾ മരിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ഒരു സംഘടനയല്ല. ഹിസ്ബുള്ളയെ പോലെയോ അല്ലെങ്കിൽ ഹമാസിനെ പോലെയോ ഒന്നും ഒരു സംഘടനയല്ല, ഒരു രാജ്യമാണത്. ഇസ്രയേൽ ഭസ്മമാക്കി കളയും. ഇറാൻ ഒട്ടും ലോജിക്കായി ചിന്തിക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ജനം ഒട്ടും തൃപ്തരല്ല. അപ്പോഴാണ് ഇറാൻ ഇസ്രയേൽ പോലുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയ രാജ്യത്തിനെതിരെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം, ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയും ഇറാന്റെ യുദ്ധ സ്ട്രാറ്റജിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഒരിക്കലും ഇറാന് ഇസ്രയേലിനെ നോവിക്കാൻ സാധിക്കില്ല. ഇപ്പം അയൺ ഡോം പോലുള്ള റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ഇസ്രയേലിന്റെ കൈകളിൽ ഉള്ളിടത്തോളം കാലം ഇറാന് വെറുതെ പടക്കവും വാണവും കൊളുത്തിവിട്ട് കളിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ തിരിച്ച് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്താകും എന്നുള്ളത് ആർക്കും ഊഹിക്കാൻ കഴിയില്ല. ഇറാന് ശക്തമായ മറുപടി ഇപ്പൊ നൽകിയിരിക്കുകയാണ് G7 രാജ്യങ്ങൾ. ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് അമേരിക്ക ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക മാത്രമല്ല, ഈ G7 രാജ്യങ്ങളുടെ ആവശ്യവും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ തിരിച്ചടിച്ചാൽ ഇറാന്റെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ തിരിച്ചടി ഉണ്ടായാൽ ഒന്നെങ്കിൽ ഇറാന്റെ ആണവ നിലയമോ അല്ലെങ്കിൽ ഓയിൽ റിസർവ് എന്നിവയെ ആകും ഉന്നം വെക്കുക. അതിൽ ഇതുവരെ ഇസ്രയേൽ ഒരു ഫൈനലൈസ്ഡ് ചെയ്തിട്ടില്ല. തിരിച്ചടി ഉണ്ടായാൽ ചൈനയും റഷ്യയും ഇടപെടുകയും ചെയ്യും. ഇത് പിന്നീട് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള കാൽവെപ്പാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രയേലിന്റെ തിരിച്ചടിയുടെ നിമിഷങ്ങളാണ് ഇനി കാത്തിരിക്കേണ്ട
നിമിഷങ്ങൾ. വരാൻ പോകുന്ന നിമിഷങ്ങൾ വളരെ ഭീതിയുടെ സമയമാണ്. അടുത്തത് എന്താകും സംഭവിക്കും എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.